കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീത ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ആഞ്ജനേയസ്വാമിക്ക് നമസ്കാരം. അപ്പം നമ്മൾ 37 നമ്മൾ ചെയ്തത്. പിന്നെ അപ്പം അതിൽ പറഞ്ഞ നമ്മളെന്താ വെച്ചാൽ ഈ കാമക്രോധ ആ ഷഡ്വൈരികളിൽ നമുക്ക് ഏറ്റവും വലിയ ശത്രു ക്രോധാണെന്ന് പറഞ്ഞു. കാരണം അത് ആത്മനാശത്തിന് തന്നെ കാരണമാവും എന്ന് പറഞ്ഞു. പിന്നെ അത് രണ്ടാമത്തെ വലിയ ശക്തിയുള്ളൊരു ശത്രു ഏതാ വെച്ചാൽ തൃഷ്ണ അല്ലെങ്കിൽ ലോഭം. എത്ര കിട്ടിയാലും മതിയാവായ ഗ്രീഡ് എന്ന് ഇംഗ്ലീഷിൽ പറയണത്. അതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ദോഷം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാ വെച്ചാൽ കമ്പയർ ചെയ്തത് നമുക്ക് വൈതരണി നദി പോലെ എന്നാണ്. അതായത് നരകത്തിലത്തെ ഒരു നദിയാണ് വൈതരണി നദി. അതിൽ നിറച്ച് ക്രൂരമൃഗങ്ങളൊക്കെ ഉണ്ട്, ജലജന്തുക്കളൊക്കെ ഉണ്ട്. അതിനെ തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ വിഷമാണ് എന്തിന് ഈ ലോഭം, അതായത് ഗ്രീഡിനെ മറികടക്കാൻ അത്ര വിഷമാണ്. അതുകൊണ്ടാണ് അതായിട്ട് കമ്പയർ ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് നല്ല സന്തുഷ്ടി കിട്ടണയിൽ നല്ല സംതൃപ്തിയും സന്തുഷ്ടിയും, അതിനെയാണ് ഇന്ദ്രൻ്റെ നന്ദനോദ്യാനായിട്ട്. പിന്നെയോ ശാന്തി, അതിനെയാണ് കൽപ്പവൃക്ഷമായിട്ട് പറഞ്ഞത് അല്ലേ. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ 38, 39, 40, 41 ഒന്നിച്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം ഞാൻ 38 വായിക്കാം, അതും 4 വായിക്കാം. തസ്മാത് ശാന്തിം ഭജസ്വാദ്യ ശത്രുരേവം ഭവേന്നതേ ദേഹേന്ദ്രിയമനപ്രാണബുദ്ധ്യാദിഭ്യോ വിലക്ഷണ. 39 ആത്മാ ശുദ്ധ സ്വയം ജ്യോതിരവികാരീ നിരാകൃതി യാവദ്ദേഹേന്ദ്രിയപ്രാണൈർഭിന്നത്വം നാത്മനോ വിദു താവത് സംസാരദുഃഖൗഘൈ പീഡ്യന്തേ മൃത്യുസംയുതാ തസ്മാത്വം സർവദാ ഭിന്നമാത്മാനം ഹൃദി ഭാവയ. 41 ബുദ്ധ്യാദിഭ്യോ ബഹി സർവമനുവർത്തസ മാഖിദ ഭുഞ്ജൻ പ്രാരബ്ധമഖിലം സുഖം വാ ദുഃഖമേവ വാ. വളരെ നല്ല ഇതാണ്. യസ്മാത് അദ്യ ശാന്തിം ഭജസ, അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് ശാന്തി ഉണ്ടാവാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ ശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കൂ. ഏവം തേ ശത്രു നഹ ഭവേത്, ഇപ്രകാരം നിനക്ക് ആരും ശത്രുവായിട്ട് തോന്നില്ല. ദേഹേന്ദ്രിയ മന പ്രാണബുദ്ധ്യാദിഭ്യ, ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ, ബുദ്ധി, ഇതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് ആര്? ആത്മാ. വിലക്ഷണ ആത്മാ അല്ലേ. ആത്മാവ് ദേഹമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, പ്രാണനല്ല, ബുദ്ധിയല്ല. ഇതിൽ നിന്നൊക്കെ വിലക്ഷണനാണ് ആത്മാവ്. മീൻസ് എന്താണ്? ഇതൊന്നുമല്ല ആത്മാവ്. ശുദ്ധ സ്വയം ജ്യോതി അവികാരി നിരാകൃതി. പിന്നെ എങ്ങനെയുള്ളതാണ് ആത്മാവ്? ശുദ്ധനും സ്വയം പ്രകാശസ്വരൂപനും. പിന്നെയോ സ്വയം ജ്യോതി പറഞ്ഞില്ലേ, അവികാരി വികാരമില്ലാത്ത നിർവികാരനും. പിന്നെയോ നിരാകൃതി രൂപമില്ലാത്തവനും അല്ലേ. ആത്മാവ് മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല, ബുദ്ധിയല്ല, പ്രാണനല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ ആത്മാവ്? ആത്മാവ് എന്താണ്? ശുദ്ധം. പിന്നെയോ സ്വയം പ്രകാശം, ആരുടെയും ഇത് വേണ്ട, സ്വയം പ്രകാശനാണ്. പിന്നെയോ നിർവികാരാണ്, എപ്പോഴും ഒരേപോലെ, വികാരമേ ഇല്ല, ഒരു തരത്തിലുള്ള വികാരമോ പരിണാമവും ഇല്ല. പിന്നെയോ ആകൃതിയില്ല, ഒരു ആകൃതിയില്ല, നിരാകൃതനുമാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെയോ ദേഹേന്ദ്രിയ പ്രാണൈഹി ആത്മനഃ ഭിന്നത്വം, ഈ ദേഹത്തു നിന്നും ഇന്ദ്രിയങ്ങളും പ്രാണങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ ആ ഭിന്നതയെ യാവത് ന വിദു, ആർക്കാണ് എത്ര കാലമാണ് അറിയാത്തതെന്ന്. യാവത് ന വിദു, അതായത്
ദേഹമല്ല ആത്മാവ് എന്നുള്ള വിവരം മനസ്സിലാവുന്നത് വരെ, അതാണ് പറഞ്ഞത്. താവത് സംസാര ദുഃഖൗഖൈഹി, അതുവരെ നമുക്ക് സംസാര ദുഃഖ സമൂഹം, അതാണ് ഔഖം ചെണ്ട, ദുഃഖങ്ങളുടെ കൂട്ടം, മൃത്യു സംയതാം, നമ്മളെ ഭയങ്കരമായിട്ട് മരണം അടക്കം എല്ലാതും നമ്മളെ പേടിപ്പിക്കുന്നു. രണ്ടും പേടിപ്പിക്കുകയും. തസ്മാത്, അതുകൊണ്ട് സർവദാ ഭിന്നം ആത്മാനം ഹൃദിത്വം ഭാവയ, അതുകൊണ്ട് ആത്മാവ് ഇതിൽ നിന്നൊക്കെ ഭിന്നമാണ് എന്ന് നീ മനസ്സിലാക്കൂ, അങ്ങനെ വിചാരിക്കൂ. എന്നിട്ട് ബുദ്ധ്യാദിഭ്യ ബഹി, ബുദ്ധ്യാദികളിൽ നിന്ന് പുറത്തുള്ളതാണ് ആത്മാവെന്ന് മനസ്സിലാക്കിയിട്ട് സർവം അനുവർത്തസഹ, എല്ലാറ്റിനെയും നീ അനുസരിക്കൂ. എന്താച്ചാൽ മാ ഖിദ, നീ ഒരിക്കലും ഖേദിക്കരുത്. സുഖം വാ ദുഃഖം വാ അഖിലം, സുഖാവട്ടെ ദുഃഖാവട്ടെ, സുഖം വാ ദുഃഖം വാ, സുഖാകട്ടെ ദുഃഖാവട്ടെ, സകലതും പ്രാരബ്ധം ഭുഞ്ചൻ, പ്രാരബ്ധമാണ്, എനിക്ക് വരുന്ന പ്രാരബ്ധം അനുഭവങ്ങളാണെന്ന് കരുതിയിട്ട് നീ അതിനെയൊക്കെ സ്വീകരിക്കൂ എന്നുള്ള വളരെ വലിയൊരു ഉപദേശമാണ് ഈ 4 ശ്ലോകങ്ങളിൽ. അതുകൊണ്ട് ഹേ ലക്ഷ്മണ, നീയ് എല്ലാ കാമധേനുവിനെ പോലുള്ള ആ ശാന്തി നീ സ്വീകരിക്കൂ. ഈ ക്രോധത്തിനെ കളഞ്ഞിട്ട്, ക്രോധം ആത്മനാശത്തിനാണെന്ന് പറഞ്ഞില്ലേ, ലോഭവും പറഞ്ഞു അല്ലേ, അപ്പോൾ അതിനെയൊക്കെ ത്യജിച്ചിട്ട് നീയെ ശാന്തിയെ പ്രാപിക്കൂ. അങ്ങനെ ആയാൽ നിന്നെ ഈ ഷഡ്വൈരികളൊന്നും നിന്നെ ആക്രമിക്കില്ല. അങ്ങനെ ശാന്തനായിരിക്കാൻ ഈ ദേഹത്തിൻ്റെയും ആത്മാവിൻ്റെയും എന്താണ് സത്യം എന്ന് നിനക്ക് മനസ്സിലാവണം. അതാണ് ഞാൻ പറയണത്. അതായത് അതുകൊണ്ടാണ്, അതറിഞ്ഞാലേ നിനക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഈ ദേഹമല്ല ആത്മാവെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവ് എന്താണെന്ന് ഞാൻ പറയാം. ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും ഈ പ്രാണങ്ങളും ബുദ്ധി ഒന്നുമല്ല ആത്മാവ്. അതിൽ നിന്നൊക്കെ വേറിട്ടിട്ട് അവയെയും കൂടിയും പ്രകാശിപ്പിക്കുന്ന സ്വയം പ്രകാശ സ്വരൂപനാണ് ആത്മാവ്. ഈ നമ്മുടെ ബുദ്ധി ഇന്ദ്രിയങ്ങളെ പ്രാണൻ മനസ്സിനെയും കൂടിയും ചൈതന്യവത്താക്കുന്ന ചൈതന്യമാണ് ആത്മാവ്. അതുകൊണ്ട് അത് സ്വയം പ്രകാശം നിർവികാരനാണ്, നിരാകൃതനാണ് പറഞ്ഞുല്ലോ. ഈ ആത്മാവ് ഭിന്നനാണ് എന്നുള്ള ആ അറിവ്, ഈ ദേഹത്തിൽ നിന്നും ഭിന്നനാണ് ആത്മാവ് എന്നുള്ള അറിവ് എത്ര കാലം ഇല്ലാതിരിക്കുന്നുവോ അത്ര കാലം വരെ നമുക്ക് സംസാര ദുഃഖങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മാത്രമല്ല, ആ അറിവ്, ഞാൻ ആത്മാവാണ് എന്ന അറിവില്ലാത്ത, ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുന്ന കാലത്തോളം നമുക്ക് ഈ ജനനമരണ ചക്രത്തിൽ ചുറ്റിത്തിരിയും വേണം. അതുകൊണ്ട് അതുവരെ ഈ സംസാര ദുഃഖങ്ങൾ അനുഭവിച്ച് ജനങ്ങൾ ഈ ജനനമരണ ചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീ എപ്പോഴും ലക്ഷ്മണ, ആത്മാവ് ദേഹത്തിൽ നിന്ന് ഭിന്നനാണ് എന്ന ആ മനസ്സിൽ അത് ഭാവിക്കണം. എന്നിട്ട് ബുദ്ധിയൊക്കെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് പോവും. ആത്മാവ് വേറെ തന്നെയാണ്. ഈ ബുദ്ധിയെ പോലും ചൈതന്യവത്താക്കുന്ന ചൈതന്യമാണ്. അപ്പോൾ നീയ് ശരിക്കും ലക്ഷ്മണ, നീയ് ആ ആത്മാവാണ്, നീ ഈ ദേഹമല്ല. ഈ അറിവോട് കൂടിയിട്ട് നീയ് എന്ത് ചെയ്യണം? ഈ ലോകത്തെ നടക്കുന്ന എല്ലാറ്റിനെയും എല്ലാം അനുസരിച്ച് ജീവിച്ചോളൂ, ലോക വ്യവഹാരങ്ങൾക്കൊക്കെ അനുസരിച്ച് ജീവിച്ചോളൂ. പക്ഷേ നീയ് അവരെപ്പോലെ സുഖദുഃഖം അനുഭവിക്കരുത്. നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല. നീ ആത്മാവാണെന്ന് നിനക്ക് അറിഞ്ഞാൽ സുഖാവട്ടെ ദുഃഖാവട്ടെ എന്ത് വന്നാലും അതൊക്കെ പ്രാരബ്ധമാണെന്ന് ഭാവിച്ചിട്ട് നീ ശാന്തനായിട്ടിരിക്കൂ. അതായത് ഒരു ശരീരം ഉണ്ടാവണത് തന്നെ ആ പ്രാരബ്ധകർമ്മം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നശിക്കുന്നത് വരെ നമുക്ക് അതിലിരുന്ന് സുഖദുഃഖാദികൾ അനുഭവിക്കാതെ തരമില്ല. ശരീരം എടുക്കുന്നത് തന്നെ ലക്ഷ്മണ പ്രാരബ്ധകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനാണ്. ആര് ശരീരം എടുത്താലും. അപ്പം ആ ശരീരം വീണ വരെ അതിൽ നമ്മൾ അനുഭവിക്കേണ്ട സുഖദുഃഖങ്ങൾ അനുഭവിക്കാത്ത തരമില്ല. അത് നിർത്തിയില്ല. അതൊന്നും നിത്യശുദ്ധ സത്വസ്വരൂപനായിട്ടുള്ള ആത്മാവിനെ ഒരിക്കലും
ഒരിക്കലും അതൊന്നും ബാധിക്കണില്ല. ആ ആത്മാവിന് സുഖദുഃഖങ്ങളോടൊന്നും ചേർച്ചയില്ല. അത് നീയെ ആലോചിച്ചറിയണം. ഇങ്ങനത്തെ അറിവ് ഉണ്ടാവുമ്പോഴേ നിനക്ക് പരമമായിട്ടുള്ള ശാന്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിന്നെ ഈ ഷഡ്വൈരികൾ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീയെ ഈ ദേഹമല്ല ആത്മാവാണ് എന്നറിഞ്ഞ് ശാന്തിയെ പ്രാപിക്കൂ എന്നാണ് പറഞ്ഞത്. എത്ര വളരെ വളരെ വിശേഷമായിട്ടുള്ള ഉപദേശം. ഞാൻ 4 ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിക്കാം. തസ്മാത് ശാന്തിം ഭജസ്വാദ്യ ശത്രുരേവം ഭവേന്നതേ ദേഹേന്ദ്രിയമനപ്രാണബുദ്ധ്യാദിഭ്യോ വിലക്ഷണ ആത്മാ ശുദ്ധ സ്വയം ജ്യോതിരവികാരി നിരാകൃതി യാവദ്ദേഹേന്ദ്രിയപ്രാണൈർഭിന്നത്വം നാത്മനോ വിദു താവത് സംസാരദുഃഖൗഘൈ പീഡ്യന്തേ മൃത്യുസംയുതാ തസ്മാത് ത്വം സർവദാ ഭിന്നമാത്മാനം ഹൃദി ഭാവയ ബുദ്ധ്യാദിഭ്യോ ബഹി സർവമനുവർത്തസ മാഖിത ഭുഞ്ജൻ പ്രാരബ്ധമഖിലം. പ്രാരബ്ധം അനുഭവിക്കൂ. സുഖം വാ ദുഃഖമേവ വാ. ഇതപ്പോൾ നമുക്ക് ഈ രാമായണം കഥ അറിയാം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഇതൊക്കെ എത്ര വലിയ തത്വങ്ങളാണ് നമുക്ക് പറഞ്ഞു തരണേ. നമുക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും എത്രയെങ്കിലും കുറച്ചെങ്കിലും നമ്മുടെ അകത്ത് പോയിട്ട് ജന്മജന്മാന്തരങ്ങളിലെങ്കിലും നമുക്ക് ജ്ഞാനം ഉണ്ടാവാനാണ് ഈ രാമായണവും ഭാഗവതവും എല്ലാം വ്യാസഭഗവാനും വാൽമീകിയും മഹർഷിയൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ വെറും കഥയല്ല. ഈ കഥകളിൽ കൂടി നമ്മൾ പോവുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഗിഫ്റ്റാണ് ഇതിലുള്ള തത്വങ്ങൾ. അത് നമുക്ക് കുറച്ചെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനിയും തുടരാം. ഇനി 42. പ്രവാഹപതിത കാര്യം കുർവന്നപി ന ലിപ്യതേ ബാഹ്യേ സർവത്ര കർത്തൃത്വമാവഹന്നിവ രാഘവ. പ്രവാഹപതിത ഒഴുക്കിൽ പെട്ടവനും ബാഹ്യേ സർവത്ര പുറമേയുള്ള എല്ലാറ്റിലും കർത്തൃത്വം ആവഹൻ ഇവ കർത്തൃത്വഭാവത്തോടു കൂടിയവനും കാര്യം കുറുവൻ അഭി കാര്യത്തെ നടത്തുന്നവനായിരുന്നാലും ന ലിപ്യതയെ ബന്ധിക്കപ്പെടുന്നില്ല. എന്താ പറഞ്ഞാൽ ഇങ്ങനെ ആത്മാനാത്മവിവേകം അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ് ഈ ദേഹമല്ല എന്നുള്ള അറിവുള്ള ആള് ഈ സംസാരത്തിൻ്റെ പ്രവാഹത്തിൽ വീണാലും അല്ലെങ്കിൽ സംസാര പ്രവാഹത്തിൽ ആ പ്രവാഹത്തിൻ്റെ കൂടെ ഒലിച്ചു പോകുന്ന സമയത്ത് പോലും നമുക്ക് കർത്തൃത്വഭാവം നമ്മളാണ് ചെയ്യണമെന്ന നാട്യത്തോടു കൂടി ഇരുന്നാലും നമ്മളല്ല ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളല്ല ചെയ്യണത് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ദേഹമല്ല എന്നുള്ള ഭാവത്തിൽ നമ്മൾ ഈ സംസാരത്തിൽ ബാക്കി എല്ലാവരും ചെയ്യണ പോലെ ഈ സംസാര പ്രവാഹത്തിലെ കൂടെ പോയാലും നമ്മൾ കർത്തൃത്വഭാവം നടിച്ചാലും ഒന്നും ഹേ ലക്ഷ്മണ ആത്മാവ് ഒരിക്കലും കർത്തൃത്വഭാവം ഇല്ലാത്തതാണ്. ആ ആത്മാവിനെ ഞാൻ ആത്മാവാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം ഈ ലോക വ്യവഹാരം നമ്മൾ നടത്തിയാലും നമ്മളെ ആ പുണ്യപാപരൂപങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങളൊന്നും നമ്മളെ ബന്ധിക്കില്ല എന്ന്. എന്താണ് അതിൽ പറഞ്ഞപ്പോൾ ജനക മഹാരാജാവൊക്കെ ചെയ്ത പോലെ ശരിക്ക് ഞാൻ ആത്മാവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ദേഹമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ജീവൻ മുക്തനായിട്ട് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം സാധാരണ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു അച്ഛനോ ഒരു ഭർത്താവോ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എങ്ങനെ? ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ദേഹമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അതായത് ഒരു കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാത്ത ആത്മാവാണ് ഞാൻ എന്നറിഞ്ഞുകൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും ഉള്ളവരെ പോലെ ജീവിക്കാം. അങ്ങനെ ആയാൽ ഞാൻ ആത്മാവാണ്, എനിക്കിതൊന്നും എന്നെ ബാധിക്കണില്ല എന്നറിഞ്ഞുകൊണ്ട് ഈ ദേഹം വീഴുന്നത് വരെ ബാക്കി ലോകത്തിലെല്ലാവരും ചെയ്യുന്നതെല്ലാം ധർമാനുസരണം ചെയ്ത് അതേസമയം ഈ ബോധത്തോടു കൂടി അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ആളെ പുണ്യപാപ രൂപങ്ങളായിട്ടുള്ള ഒരു കർമ്മബന്ധങ്ങളും ബന്ധിക്കില്ല. അയാൾക്ക് കർമ്മബന്ധനം ഉണ്ടാവില്ല. എങ്ങനെ?
ജീവൻ മുക്തനായിട്ട് ഞാൻ ആത്മാവാണ് എന്നുള്ള വിചാരത്തോടെ എന്ത് കർമ്മങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യണ പോലെ ലോക വ്യവഹാരമൊക്കെ ചെയ്താലും ഈ ഭാവന, ഈ മനോഭാവമാണ് ഉള്ളിലെ ചോട്ടെ. കർത്തൃത്വം ഭോക്തൃത്വം ഇല്ലാത്ത ആത്മാവാണ് ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യണമെങ്കിൽ അവർക്ക് കർമ്മബന്ധനം ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ പറയാണ്, അങ്ങനെ വിചാരിക്കണമെന്ന് പറയാണ്. ആരോട്? ലക്ഷ്മണനോട്. പ്രവാഹപതിത കാര്യം കുറുവ, അതായത് ആ പ്രവാഹത്തിൽ പെട്ടാലും ഏത് സംസാര പ്രവാഹത്തിൽ പ്രവാഹപതിത കാര്യം കുറുവന്നപി ന ലിപ്യതേ ബാഹ്യേ സർവത്ര കർത്തൃത്വമാവഹന്നിവ രാഘവ. ബാഹ്യമായിട്ട് നമ്മൾ കർത്തൃത്വമൊക്കെ ഉണ്ടെന്ന് കാണിക്കാം. ആസ് ലോങ് ആസ് നമ്മളൊക്കെ ഈ ദേഹാഭിമാനം ഇല്ലെങ്കിൽ നമുക്കൊന്നും നമ്മളെ ബാധിക്കില്ല, സുഖദുഃഖങ്ങളും ബാധിക്കില്ല. 43 അന്തം ശുദ്ധസ്വഭാവസ്ത്വം ലിപ്യസേ നച കർമ്മഭി ഏതന്മയോദിതം കൃത്സ്നം ഹൃദി ഭാവയ സർവദാ. അന്തശുദ്ധ അന്തം എന്നല്ല കേട്ടോ, അന്തശുദ്ധസ്വഭാവസ്ത്വം. അവിടെ തെറ്റി അച്ചടിച്ചിട്ടു. അന്തശുദ്ധസ്വഭാവസ്ത്വം, അന്തഃ ശുദ്ധസ്വഭാവത്വം. അന്തഃ പറഞ്ഞാൽ ഉള്ളിൽ ശുദ്ധസ്വഭാവമായനായ നീ നല്ല ശുദ്ധസ്വഭാവനാണെന്ന് എനിക്കറിയാം. കർമ്മഭി നച ലിപ്യസേ, നിനക്ക് കർമ്മബന്ധനമൊന്നും ഉണ്ടാവില്ല. മയാവുദിതം ഏതത് കൃഷ്ണം, ഞാൻ പറഞ്ഞില്ലേ ഇത് മുഴുവനും സർവദാ ഹൃദി ഭാവയെ, ഇതെപ്പോഴും ഹൃദയത്തിൽ നിനക്കുണ്ടാവണം, എന്നാൽ നിനക്കും കർമ്മബന്ധനം ഉണ്ടാവില്ല. നീ പ്രകൃത്യ സ്വഭാവം ജന്മനാൽ നീ വളരെ പരിശുദ്ധനായിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ദേഹാഭിമാനമില്ലാതെ ഞാൻ ആത്മാവാണെന്നുള്ള വിചാരത്തോടു കൂടി നീ എന്ത് ചെയ്താലും നിനക്ക് കർമ്മബന്ധനം ഉണ്ടാവില്ല. അതെപ്പോഴും നീ ഹൃദയത്തിൽ ഭാവിക്കൂ. ഞാനിപ്പം പറഞ്ഞു തന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ ആത്മാവാണ്, കർത്തൃത്വവും ഭോക്തൃത്വവും ഒന്നുമില്ലാത്ത ആത്മാവാണ് ഞാൻ എന്നുള്ള നല്ലോണം മനോഭാവത്തോടു കൂടി നീ എല്ലാം പ്രവർത്തിച്ചോളൂ, നിനക്ക് കർമ്മബന്ധനം ഉണ്ടാവില്ല. കാരണം ജന്മനാൽ നീ പരിശുദ്ധനാണെന്ന് എനിക്കറിയാം എന്ന് പറയാണ്. അന്തഃശുദ്ധസ്വഭാവസ്ത്വം ലിപ്യസേ നച കർമ്മഭി ഏതന്മയോദിതം കൃത്സ്നം ഹൃദി ഭാവയ സർവദാ. 44 സംസാര ദുഃഖൈരഖിലേർ ബാധ്യസേ ന കദാചന ത്വമപ്യംബ മയാദിഷ്ടം ഹൃദി ഭാവയ നിത്യദാ. അഖിലൈഃ സംസാര ദുഃഖൈഃ, എല്ലാ സംസാര ദുഃഖങ്ങളാൽ കദാചന ന ബാധ്യസേ, നിന്നെ ഒരു കാലത്തും ഈ സംസാരത്തെ ദുഃഖങ്ങൾ ബാധിക്കില്ല. അംബഹത്വം അഭി, ഹേ മാതാവേ അങ്ങൊന്നും മയാ ആദിഷ്ടം, അമ്മയും കേൾക്കണ്ടേ, ലക്ഷ്മണനോട് പറയുമ്പോൾ കൗസല്യം കേൾക്കണ്ട, അതുകൊണ്ടാണ് അമ്മേ മയാ ആദിഷ്ടം, എന്നാൽ ഇപ്പോൾ പറയപ്പെട്ടതിന് ഹൃദി നിത്യതാഭാവയ, ഹൃദയത്തിൽ എപ്പോഴും ഭാവിച്ചാലും അമ്മോടും പറഞ്ഞു കൊടുത്തു. അമ്മയെ ഇതുപോലെ ഉപദേശിക്കാൻ കഴിവുള്ള വേറൊരാളെ നമുക്ക് ഓർമ്മിക്കാം, കപിലൻ അല്ലേ. ഇപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുമ്പോൾ കൗസല്യാദേവിയും അവിടെ ഉണ്ടേ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയും കൂടി നോക്കിയിട്ട് പറഞ്ഞു ശ്രീരാമൻ, ഞാൻ ഈ പറയണത് മുഴുവൻ നിങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടാൽ സംസാര ദുഃഖങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല. അതിൽ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ഉൾക്കൊണ്ടാൽ നിന്നെ സംസാര ദുഃഖങ്ങളും ബാധിക്കില്ല എന്ന് പറഞ്ഞ അമ്മോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ ലക്ഷ്മണനോട് പറഞ്ഞ ഈ തത്വം തന്നെ അമ്മയും നിരന്തരം ഹൃദയത്തിൽ ധ്യാനിക്കൂ. ഞാൻ ഈ തത്വം ലക്ഷ്മണനോട് പറഞ്ഞത് അമ്മ കേട്ടൂലോ, അമ്മ അത് നിരന്തരം ധ്യാനിക്കൂ, എന്നാൽ അമ്മയ്ക്കും ഒരു ദുഃഖവും അമ്മയും ബാധിക്കില്ല എന്നാണ് അമ്മോട് പറഞ്ഞത്. സംസാര ദുഃഖൈരഖിലൈർ ബാധ്യസേ ന കദാചന ത്വമപ്യംബ മയാദിഷ്ടം ഹൃദി ഭാവയ നിത്യദാ. സമാഗമം പ്രതീക്ഷസ്വ ന ദുഃഖൈ പീഡ്യസേ ചിരം ന സദൈകത്ര സംവാസ കർമ്മമാർഗാനുവർത്തിനം. സമാഗമം പ്രതീക്ഷസ്വ, ഞാൻ മടങ്ങി വരുമ്പോൾ നമ്മൾ പിന്നെ വീണ്ടും തമ്മിൽ കാണുന്നതിനെ കാത്തിരിക്കൂ. ദുഃഖൈഹി ചിരം ന പീഡ്യസേ, നിങ്ങൾ അധികം കാലം ദുഃഖം കൊണ്ട് ബുദ്ധിമുട്ടില്ല.
കർമ്മമാർഗാനുവർത്തിനാം, കർമ്മഗതിയെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അനുസരിക്കുന്നവർക്ക് കർമ്മമാർഗാനുവർത്തിനാം ചെന്ന കർമ്മഗതിയെ അനുസരിക്കുന്നവർക്ക് സദാ ഏകത്ര സംവാസ എന്ന എപ്പോഴും ഒരു ദിക്കിലിങ്ങനെ വസിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം 14 കൊല്ലം കഴിഞ്ഞാൽ മടങ്ങി വരും. അപ്പം നമ്മളെ പിന്നെയും വീണ്ടും കണ്ടുമുട്ടുന്നതിനെ കാത്തിരിക്കൂ. അങ്ങനെ അതിനെ കാത്തിരിക്കുമ്പോൾ ദുഃഖങ്ങളൊന്നും അധികകാലം അമ്മയും നിന്നെ ഒന്നും ഉപദ്രവിക്കില്ല. കർമ്മഗതിയെ അനുസരിച്ച് ജീവിതം കഴിപ്പാൻ നമ്മളൊക്കെ ബാധ്യത ഉള്ളവരാണ്. കർമ്മഗതിക്കനുസരിച്ച് ജീവിക്കാനേ സാധിക്കൂ. അതുകൊണ്ട് കർമ്മഗതിക്ക് അനുസരിച്ചിട്ട് നമ്മളെ ജീവിക്കാൻ ബാധ്യസ്ഥരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരേ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനൊന്നും സാധിക്കില്ല. സമയം വരുമ്പോൾ ഓരോരുത്തരും അത് എത്ര ശരിയാണല്ലേ. നമ്മളൊക്കെ ഒരുമിച്ച് വളർന്ന ഒരു കുടുംബത്തിലത്തെ കുട്ടികളൊക്കെ നോക്കൂ, ഓരോരോ സമയം വരുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്കായി ഓരോരുത്തരും ഓരോ ദിക്കിലേക്ക് പോകണു അല്ലേ. അപ്പോൾ അതൊന്നും അങ്ങനെ ഒരേ ദിക്കിലിരിക്കണമെന്നും സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല ജീവിതത്തിൽ. ഒരേ സ്ഥാനത്തിൽ എന്നും യോജിച്ചിരിക്കുക എന്നുള്ളതൊന്നും സാധ്യമല്ല. ഒരു വ്യക്തിക്ക് ഒരേ ദിക്കിലിരുന്നിട്ട് ഒരേപോലത്തെ അനുഭവം അനുഭവിക്കുക അങ്ങനെ പറ്റില്ല. ഒരാൾ ഒരു ദിക്കിലിരുന്നിട്ട് അനുഭവിക്കണു, മറ്റൊരാൾ മറ്റൊരു തരത്തിൽ വേറൊരു ദിക്കിൽ അനുഭവിക്കണു അല്ലേ. ഇതൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഓരോരുത്തരുടെ വിധി അനുസരിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോകേണ്ടി വരികയാണേ. അവരവരുടെ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാനായിട്ട് ഓരോ ജീവനും ഓരോ സ്ഥിതിയിലേക്കും ഓരോ അവസ്ഥയിലേക്കും നീങ്ങി പോവും. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക എന്നുള്ളത് സാധ്യമാണോ എന്ന് പറയുകയാണ്. ഇതൊക്കെ ശരിക്കും നമുക്ക് പറഞ്ഞു തരണം തന്നെയാണ് കേട്ടോ ശ്രീരാമൻ. അപ്പോൾ അമ്മോട് പറയുകയാണ്, ശരിയാണ്, നമ്മളെല്ലാവരും കൂടി സുഖമായി ഇവിടെ ഇരിക്കണം തന്നെയാണ് ശരിക്കും ഐഡിയലൊക്കെ അതാണ്. പക്ഷേ അതൊന്നും സാധ്യമല്ല. കാരണം ഈ ലോകത്തിൽ എല്ലാവരും നമ്മളെല്ലാം ജന്മമെടുത്തിരിക്കുന്നത് ഓരോ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കാനാണ്. അപ്പോൾ അതാത് സമയം വരുമ്പോൾ അതാത് കർമ്മഫലം അനുഭവിക്കാൻ ഓരോരുത്തരും ഓരോ പരിതസ്ഥിതിയിലും ഓരോ സ്ഥലത്തും ഓരോ ആളുകളുടെ കൂടെയൊക്കെ എത്തിച്ചേരണു. അതൊന്നും നമുക്ക് ഒന്നിച്ചാക്കാൻ സാധിക്കില്ല എന്ന് പറയാണ് കേട്ടോ. സമാഗമം പ്രതീക്ഷസ്വ ന ദുഃഖൈ പീഡ്യസേ ചിരം. പിന്നെ വരാൻ പോണ നല്ല കാര്യത്തിനെ ആലോചിക്കുമ്പോൾ നമുക്ക് അത്ര ദുഃഖം ഉണ്ടാവില്ല. അതിനുവേണ്ടി കാത്തിരിക്കുന്നത് വളരെ ഒരു ദുഃഖത്തിനെ കുറയ്ക്കണ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ടേ ന സദൈകത്ര സംവാസ കർമ്മമാർഗാനുവർത്തിനാം. ശരിക്കും എത്ര നമ്മൾ കൂടപ്പിറപ്പുകളൊക്കെ ശരിക്കും ആലോചിച്ച് നോക്കുമല്ലേ. എന്ത് രസമാണ് എല്ലാവരും കൂടി കൂടുമ്പോൾ ഒക്കെ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ പാട്ടിന് പോകണു, ദുഃഖാവും. എന്താ ചെയ്യുക? കർമാനുസരണം നമുക്കും അങ്ങനെ ജീവിക്കണ്ടേ എന്നാണ്. ഇനി നമുക്ക് 46 കൂടി വേണ്ട, അപ്പോഴേക്ക് അധികമാവും സമയം. അപ്പം ഞാൻ എന്താ വെച്ചാൽ 45 കഴിഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. വളരെ 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 വിലയേറിയതും വളരെ ഡെപ്തുള്ളതും വളരെ ഗഹനമായിട്ടുള്ള തത്വങ്ങളാണ് നമുക്കിന്ന് ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞതായിട്ട് വാൽമീകി വ്യാസമഹർഷി നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം നമുക്ക് ശ്രീരാമദേവനെയും സീതാദേവിയും ലക്ഷ്മണ ഭഗവാനെയും എല്ലാം നമസ്കരിച്ച് നമുക്ക് ഇന്നത്തെ ഇവിടെ നമുക്ക് നിർത്താം. അതെ, അപ്പം ഞാൻ ഇതിപ്പോൾ എത്രാമത്തെയാണ്? 45 കഴിഞ്ഞ് ഇന്നിവിടെ നിർത്താം കേട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.